പൈത്തണിലെ ഐഡന്റിഫയേഴ്സ് എന്താണെന്ന് നോക്കിയാലോ. വേരിയബിൾസ്, ഫംഗ്ഷൻസ്, ക്ലാസുകൾ, മൊഡ്യൂളുകൾ എന്നിവയെ യുണീക്ലി ഐഡന്റിഫൈ ചെയ്യാനായി നമ്മൾ കൊടുക്കുന്ന നെയിമുകളാണ് ഐഡന്റിഫയേഴ്സ്. ഈ ഐഡന്റിഫയേഴ്സിന് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. റൂൾ നമ്പർ 1, ലെറ്റേഴ്സ്, നമ്പേഴ്സ്, അണ്ടർസ്കോർ എന്നിവ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഐഡന്റിഫയേഴ്സിനെ നെയിം ചെയ്യാവുന്നതാണ്. സ്പെഷ്യൽ ക്യാരക്ടേഴ്സോ സ്പേസസോ ഇവിടെ അലൗഡ് അല്ല. റൂൾ നമ്പർ 2, ലെറ്റർ അല്ലെങ്കിൽ അണ്ടർസ്കോറിൽ നെയിം സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്, പക്ഷേ ഡിജിറ്റൽ ഒരു കാരണവശാലും നെയിം സ്റ്റാർട്ട് ചെയ്യാനായി പാടില്ല. റൂൾ നമ്പർ 3, കേസ് സെൻസിറ്റീവ് ആണ് ഐഡന്റിഫയേഴ്സ്. ഏജ് എന്നീ 3 പേരുകളും വ്യത്യസ്തമാണ്. റൂൾ നമ്പർ 4, ഐഡന്റിഫയേഴ്സിന്റെ നെയിമിങ്ങിന് വേണ്ടി റിസർവ്ഡ് കീവേഡുകൾ ഒരു കാരണവശാലും യൂസ് ചെയ്യാനായി പാടില്ല. റൂൾ നമ്പർ 5, മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡുകൾ യൂസ് ചെയ്തുകൊണ്ട് നെയിം ചെയ്യാനായി എപ്പോഴും ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് ഐഡന്റിഫയേഴ്സിന്റെ ഫീച്ചേഴ്സ് ആൻഡ് റൂൾസ് ആയിട്ട് വരുന്നത്. സോ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ചാനൽ ഫോളോ ചെയ്യാം. താങ്ക്